എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സ്ഥലം വാങ്ങുകയാണ്. ആ സ്ഥലം വാങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ ലീഗൽ സെക്ഷൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ലോൺ പ്രപ്പോസൽസ് വരുന്ന സമയത്ത് പലതും ചിലപ്പോൾ നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ലീഗലായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാവും. കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ ചില ലീഗൽ കോംപ്ലിക്കേഷൻ ഉള്ള കേസുകളിൽ നമുക്കത് റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കും വിഷമമാണ്. കാരണം ഒരാൾക്ക് ലോൺ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രൈമറി ആയിട്ടുള്ള ഡ്യൂട്ടി. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള പ്രോപ്പർട്ടീസ് വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുകയോ അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ ചാനൽ വഴി പറ്റുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കാമെന്ന്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്ന ആധാരം നമ്മൾ പറയില്ലേ, ആധാരം നമ്മൾ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യണം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ലാൻഡ് റെക്കോർഡ്സ്. നമ്മളിപ്പോൾ ഒരു സ്ഥലം മേടിക്കുകയാണ്, അതിൻ്റെ ഫുൾ ലാൻഡ് റെക്കോർഡ്സും നമ്മൾ ആദ്യം ഇവരുടെ നിന്ന് അതിൻ്റെ കോപ്പി വാങ്ങണം. അപ്പോൾ ലാൻഡ് റെക്കോർഡ്സിൽ എല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരാണോ, നമ്മളുടെ ഈ വിൽക്കാൻ പോകുന്ന ആളുടെ പേരാണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. പിന്നെ അവർക്ക് കിട്ടിയ ആ ഒരു ഓണർഷിപ്പ് അത് ലീസ് ഹോൾഡ് റൈറ്റ് ആണോ. ലീസ് ഹോൾഡ് എന്ന് പറയുന്നത് ലീസ് റൈറ്റ് ഉണ്ടല്ലോ, ലീസാണോ അത് അബ്സല്യൂട്ട് ഓണർഷിപ്പാണോ. അബ്സല്യൂട്ട് ഓണർഷിപ്പ് പൂർണ്ണമായിട്ട് അധികാരം, പൂർണ്ണമായിട്ട് ആ സ്ഥലം കൈവശം വെക്കാനും വിൽക്കാനും മോർഗേജ് ചെയ്യാനൊക്കെയുള്ള ഒരു അധികാരം അബ്സല്യൂട്ട് റൈറ്റ് ആണോ അത് അവിടെ ലീസായിട്ട് മാത്രമുള്ള റൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കണം. അതിന് നമുക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഈ ഒരു സ്ഥലത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾക്ക് തന്നിട്ടുള്ള ആധാരവുമായിട്ട് ഇത് മാച്ച് ചെയ്ത് നോക്കണം, കറക്റ്റായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടോ, രണ്ടിലുമുള്ള പ്രോപ്പർട്ടി ഓണേഴ്സ് കറക്റ്റാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് റവന്യൂ റെക്കോർഡ്സിൽ എല്ലാം തന്നെ ഈ പുതിയ ആളുടെ പേരിലേക്ക് മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയും, മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ റെക്കോർഡ്സ്, അതായത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ഇൻകംപ്ലൻസ്, അതേപോലെ പൊസഷൻ, കൈവശ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം ഈ പുതിയ ഓണറുടെ പേരിലേക്ക് വസ്തു മാറിയിട്ടുണ്ടോ. ചിലപ്പം അച്ഛൻ മകൻ എഴുതി കൊടുത്തതായിരിക്കാം, ചിലപ്പോൾ അച്ഛൻ്റെ പേരിലായിരിക്കും ഇപ്പോഴും കിടക്കുന്നത്, പക്ഷേ അതെല്ലാം മാറിയിട്ടുണ്ടോ. മ്യൂട്ടേഷൻ എന്തായാലും സംഭവിച്ചിട്ടുണ്ടായിരിക്കണം പ്രോപ്പർട്ടിയിൽ. ഓക്കെ, അത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപറൻസ് സർട്ടിഫിക്കറ്റ്, കുടികട സർട്ടിഫിക്കറ്റ് നമ്മൾ പറയുമല്ലോ. അതായത് ഈ ഒരു വസ്തുവിൽ വേറെ ആർക്കെങ്കിലും റൈറ്റ് ഉണ്ടോ, അതായത് വേറെ ആരെങ്കിലും ഇതിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്ഥലം പണയം വെച്ചിട്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അല്ലെങ്കിൽ ഒരു കോടതിയുടെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി സംബന്ധിച്ചിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇ സിയിൽ വരും. ഓക്കെ, ഇൻകംപറൻസ് സർട്ടിഫിക്കറ്റ് വരും. അപ്പോൾ ഇ സി എടുത്ത് പരിശോധിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, എല്ലാ റവന്യൂ റെക്കോർഡ്സും ലാൻഡ് റെക്കോർഡ്സും എല്ലാം കറക്റ്റാണ്. നൗ നമ്മൾ എന്താ നോക്കണ്ടേ, ഇ സി ഇൻകംപറൻസ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ട് വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടോ, കോർട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ സ്ഥലം വേറെ ആർക്കെങ്കിലും കൊടുത്തോ. എപ്പോഴും 30 വർഷത്തെ ഇ സിയാണ് നമ്മൾ എടുക്കേണ്ടത്, ഇൻകം സർട്ടിഫിക്കറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ പ്രോപ്പർട്ടി പണയം വെക്കുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യത്തില്ല. ഇ എം എന്ന് പറയാം, അതായത് ഇക്വിറ്റബിൾ മോർഗേജ്. ഇ എം രജിസ്റ്റർ ചെയ്യാറില്ല പൊതുവേ, ചില റെയർ കേസിൽ മാത്രം നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്, അല്ലാത്ത കേസുകളിലൊന്നും രജിസ്റ്റർ ചെയ്യില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ഇക്വിറ്റബിൾ മോർഗേജ് ആണെങ്കിൽ അതൊരിക്കലും ഇ സിയിൽ കാണില്ല. ഓക്കെ, അത് ചിലപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സോ അല്ലെങ്കിൽ ചില സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർ ക്രിയേറ്റ് ചെയ്ത ചാർജ് നമ്മളുടെ ഇ സിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിന് നമുക്ക് ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറിജിനൽ ആധാരം കാണണമെന്ന് പറയാം. പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുന്നേ ഒറിജിനൽ ആധാരം കാണണമെന്ന് പറയാം. അത് എന്താണെന്ന് വെച്ചാൽ ബാങ്കുകളാണ്, ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ ആണെങ്കിൽ അവരത് ഒറിജിനൽ ആധാരം മേടിച്ച് വയ്ക്കും. അപ്പോൾ ഒറിജിനൽ ആധാരം ഒരു ബാങ്കിൻ്റെ കയ്യിലോ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെ കയ്യിലോ ആണെങ്കിൽ അവർക്ക് നിങ്ങൾ ഒറിജിനൽ ആധാരം കാണിക്കാൻ പറ്റില്ലല്ലോ. ഈസി ചെക്ക് ചെയ്യാൻ, ഈസിയിൽ വേറെ ഒരു എൻട്രിയും ഇല്ല, പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒറിജിനൽ ആധാരം നിങ്ങൾ കാണിക്കണം, നിങ്ങൾക്ക് കാണണം എന്ന് പറയാം. ഒറിജിനൽ ആധാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല, വേറെ എവിടെയും പണയം വെച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മൾ ഇവരിൽ നിന്ന് പ്രോപ്പർട്ടി മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നീടായിരിക്കും ബാങ്കിൻ്റെ വക നടപടികൾ ചിലപ്പോൾ അതിന് മേലെ ഉണ്ടാകുക. ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് സ്ഥലം നമ്മൾക്ക് പണയം വെച്ചു, അവർ വിറ്റു, എങ്ങനെയാണ് വിറ്റെന്നറിയും, വിറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോപ്പർട്ടി ഇപ്പോൾ മറ്റൊരാളുടെ കയ്യിലാണ്, സ്ഥലം
ബാങ്കിൻ്റെ കയ്യിൽ മോർഗേജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് അവിടെ ഇപ്പം സ്ഥലം വാങ്ങിയ ആൾക്കാരാണ് ഇപ്പോൾ കഷ്ടത്തിലായിരിക്കുന്നത്. കാരണം അവർ പൈസ കൊടുത്ത് സ്ഥലം വാങ്ങുകയും ചെയ്തു. പിന്നെ ഇദ്ദേഹം ഫസ്റ്റ് ഓണർ മേടിച്ച കടത്തിനെല്ലാം ബാധ്യതയും ഇവരുടെ തലയിൽ, അതായത് ഈ സ്ഥലം ബാങ്ക് ഏറ്റെടുക്കുന്നുള്ള അവസ്ഥയിലാണ് ആ വീട്ടുകാർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡ്യൂസും കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടോ. ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ ലാൻഡ് ടാക്സ്, പിന്നെ ബിൽഡിംഗ് ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഡ്യൂസും കറക്റ്റായിട്ട് പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ തന്നെ ബാങ്കിൻ്റെ മോർഗേജ് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടി നോക്കിയപ്പം ബിൽഡിംഗ് ടാക്സ് 40,000 രൂപയാണ് ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാനായിട്ട് ഡ്യൂ ഉള്ളത്. അപ്പോൾ അങ്ങനെ ടാക്സ് അടയ്ക്കാത്ത, അത് ഒരു ടാക്സ് അടയ്ക്കാത്തതായിട്ടുള്ള ഒരു പ്രവണത ചിലപ്പോൾ ചില ആൾക്കാർ കാണിക്കും. അങ്ങനെ ആകുമ്പോൾ അത് നമ്മളുടെ തലയിൽ വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ഓണർഷിപ്പ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അത് അഡ്വക്കേറ്റ്സിന് നമ്മൾ ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ കൊടുക്കുമല്ലോ. ആ ലീഗൽ ഒപ്പീനിയൻ എടുക്കുക, അവർ ശ്രദ്ധിക്കുക, അവർ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റ് ഓണർഷിപ്പാണ്. ചെയിൻ ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പ്രോപ്പർട്ടി കയ്യിൽ കിട്ടിയത്. ടൈറ്റിൽ സെർച്ച് എന്നൊക്കെ നമ്മൾ പറയും. അതായത് 30 വർഷം വരെയുള്ള ട്രാൻസാക്ഷൻസാണ് പൊതുവേ നമ്മൾ നോക്കാറ്. ഓക്കെ, 30 വർഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ലിമിറ്റേഷൻ പീരീഡാണ്. 30 വർഷത്തിന് മുന്നെയാണ് ഒരു സംഭവമാണ്. 30 വർഷമായിട്ട് അവരതിന് ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ക്ലെയിം നിലനിൽക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് 30 വർഷമായിട്ട് ഈ പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തി, അയാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോഴുള്ള പ്രസൻറ്റ് ഓണറുടെ കയ്യിലെത്തി എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. അത് അഡ്വക്കേറ്റ്സിന് മാത്രമല്ല, നമ്മൾ ഓരോ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് എല്ലാ ആധാരങ്ങളും 30 വർഷം വരെയുള്ള ആധാരങ്ങളുടെ എല്ലാം കോപ്പി നോക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു കഥ ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിൽ എഴുതാനുള്ളൊരു സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ PPT ഇങ്ങനെ എഴുതാമെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് നോക്കാൻ. ഫ്യൂച്ചറിൽ ചിലപ്പം അത് പഠിക്കാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് പറ്റുന്നത്ര മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ 1980 ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി രാമു എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടി. അതെങ്ങനെ കിട്ടിയതായിക്കോട്ടെ, ചിലപ്പോൾ ജന്മം ആയിട്ട് എങ്ങനെയും കിട്ടിയതായിക്കോട്ടെ. 1980 രാമുവിനത് കിട്ടി. രാമു അത് 1990 ആയപ്പോഴത്തേക്കും വാസു എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ ഈ രാമുവിന് 1980 കിട്ടി. അയാൾക്ക് പിന്നെ അതിനുശേഷം പട്ടയം കിട്ടി. പട്ടയം കിട്ടുന്നതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാൻഡ് ട്രിബ്യൂണൽ വഴി പർച്ചേസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. പട്ടയം കിട്ടി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി പറയാം. പട്ടയം കിട്ടിയതിന് ശേഷം എന്ത് തെറ്റുന്നു, 90 വാസു എന്ന് പറഞ്ഞ ആൾക്കത് കൊടുത്തു. ഇപ്പോൾ പ്രോപ്പർട്ടി ആരുടെയാണ്? വാസുവിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ കഥ എഴുതുമ്പം നമ്മൾ ആദ്യം ഏറ്റവും മുന്നിന്നായിരിക്കും തുടങ്ങുക. അതായത് 2024 പുതിയ ട്രാൻസാക്ഷൻ, തൊട്ട് മുന്നേ 2022, അങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. അപ്പോൾ കഥ വരുമ്പോൾ എങ്ങനെയാണ്, 1980 രാമുവിന് കിട്ടി. രാമു 90 വാസുവിന് കൊടുത്തു. വാസു എന്ത് ചെയ്തു? അയാൾ ഒരു വില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒസ്യത്ത് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ 3 മക്കൾക്കുമായിട്ട് അത് ഭാഗിച്ചു കൊടുത്തു. ഇപ്പോൾ 3 മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC എന്ന് പറയും എളുപ്പത്തിന് കേട്ടോ. ABC എന്ന് പറഞ്ഞ് 3 ആൾക്കാർക്ക് സ്ഥലം ഭാഗിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം ഈ രാമുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഏക്കറാണ്. ആ 1 ഏക്കർ തന്നെ വാസുവിന് കൊടുത്തു. ആ 1 ഏക്കർ 20, 60 അങ്ങനെ 3ആയിട്ട് എയും ബിയും സിക്കും കൊടുത്തു. എക്ക് 20, ബിക്ക് 20, സിക്ക് 60. ഈ 20 സെൻറ്റാണെന്ന് വിചാരിച്ചോ ഈ എക്ക് കിട്ടിയത്. അപ്പോൾ എക്ക് പാർട്ടീഷൻ വഴി കിട്ടിയല്ലോ. പിന്നെ ഈ പാർട്ടീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ല് വഴി. ഓക്കെ, വില്ല് കിട്ടിയെന്ന് വിചാരിക്കുക. 20 സെൻറ്റ് വില്ല് കിട്ടി. പാർട്ടീഷൻ അടുത്ത് പറയാം. അപ്പോൾ വില്ലനുസരിച്ച് അപ്പോൾ വില്ലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇയാൾ മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, വില്ല് വഴി അത് സംഭവിച്ചു, ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു. അങ്ങനെ പറയുമ്പോൾ ഈ വാസു എന്ന് പറഞ്ഞ ആൾ മരിച്ചു കഴിഞ്ഞാലാണല്ലോ വില്ല് നിലവിൽ വരിക. അങ്ങനെ വരുമ്പോൾ വാസുവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ വാസുവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ വാസു മരിച്ചു, നമുക്കത് മനസ്സിലായി. വില്ല് രജിസ്റ്റേർഡ് വില്ലാണ്, 3 പേർക്കും കിട്ടി. ഇനി അപ്പോൾ ഇവിടെ വില്ല് വരുമ്പോൾ ചിലപ്പം അവിടെ ഒരു ലീഗൽ ക്ലെയിം, ചിലപ്പോൾ വേറെ ആരെങ്കിലും, ചിലപ്പോൾ ഈ വാസുവിൻ്റെ മറ്റൊരു മകൻ D എന്ന് പറഞ്ഞൊരു മകൻ കൂടിയുണ്ട്, അവന് വില്ല് കിട്ടിയില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിനെപ്പറ്റി വില്ല് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ചലഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം. ഓക്കെ, അത് ചിലപ്പോൾ പാർട്ടിയുടെ പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ കോഡ്സ് വഴിയൊക്കെ, ഈ കോഡ്സ് എങ്ങനെ കേസ് ഈ കോഡ്സ് എന്ന് പറയും, നമുക്ക് ഓൺലൈനായിട്ട് കേസിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മൾ അങ്ങനെ എന്തെങ്കിലും വില്ലിൻ്റെ കേസിലൊക്കെ മിക്കവാറും ചില കേസുകളിലൊക്കെ ലിറ്റിഗേഷൻ കേസ് ഉണ്ടായിരിക്കും. അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ എയും ബിയും സിയും കിട്ടി. അപ്പോൾ എക്ക് കിട്ടിയല്ലോ 20 സെൻറ്റ്, ബിക്ക് 20 സെൻറ്റ്, സിക്ക് കിട്ടിയത് 60 സെൻറ്റ്. സി എന്ത് ചെയ്തു?
സി മരിച്ചു. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ എത്ര 80-ൽ 90-ൽ 90-ലാണല്ലോ വാസുവിന് കിട്ടുന്നത്. 95-ൽ അവിടെ ബില്ല് എഴുതിയിട്ട് വാസു മരിച്ചു. ആർക്ക് കിട്ടി? സിക്ക് കിട്ടി 60 സെൻറ്റ്. സി ജീവിച്ചിരിക്കുന്നുണ്ട്. സിയും മരിക്കുക 95 കഴിഞ്ഞിട്ട് ഒരു 2005-ൽ സി മരിച്ചു എന്ന് വിചാരിച്ചു. സി മരിച്ചു കഴിയുമ്പം സിയുടെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യും? മരിച്ചു. സി 2005-ൽ മരിച്ചു. ഒരു 2006-7 കൂട്ടാം. 2007 മക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം ഇപ്പോഴും പ്രോപ്പർട്ടി സിയുടെ കയ്യിലാണേ. ലീഗൽ എയേഴ്സ് എന്ന രീതിയിൽ, ലീഗൽ എയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവകാശികൾ, നിയമപരമായ അവകാശികൾ. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിച്ച സമയത്ത് വില്ല് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒസ്യത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒസ്യത്ത് എഴുതിയ ആൾക്ക് മാത്രമേ എൻ്റെ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ മരിക്കുന്നത് ഒസ്യത്ത് എഴുതാതെ മരിക്കുകയാണെങ്കിൽ എൻ്റെ നിയമപരമായ എല്ലാ അവകാശികൾക്കും അതിനകത്ത് റൈറ്റ്, ആ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും എല്ലാം വേറെ വേറെയാണ്. കാരണം അവരുടെ പേഴ്സണൽ ലോസ് ഓരോരുത്തർക്കും അവരുടെ വേറെ വേറെ നിയമം അനുസരിച്ച് അത് വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം വേറൊരു ക്ലാസ് പറഞ്ഞുതരാം. ഓരോരുത്തർക്ക് എങ്ങനെയാണ്, ഹിന്ദുസിന് എങ്ങനെയാണ്, ക്രിസ്ത്യൻസ് മുസ്ലിംസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം എൻ്റെ നിയമപരമായ അവകാശികൾ ആരൊക്കെയാണ്, അവർക്ക് ആ പ്രോപ്പർട്ടി കിട്ടും. ഓക്കെ, ഇപ്പോൾ അവർക്ക് ആ പ്രോപ്പർട്ടി കിട്ടി. പക്ഷേ അവർ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞ പോലെ മ്യൂട്ടേറ്റ് ചെയ്തിട്ടില്ല. പ്രോപ്പർട്ടി ഇപ്പോഴും നമ്മുടെ സിയുടെ പേരിലാണ്. അപ്പോൾ സിയുടെ മക്കൾ എന്ത് ചെയ്തു? 2007-ൽ ഇവർ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പാർട്ടീഷൻ ഡീഡ് ഉണ്ടാക്കും, പാർട്ടീഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ പാർട്ടീഷൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം സിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, സി മരിച്ചു എന്ന് കാണിക്കുന്ന രേഖ. 2, സിയുടെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ലീഗൽ ഹെയർസിനും ഒരുപോലെ അവകാശമുള്ളത്, ആ ലീഗൽ ഹെയർസ് തമ്മിൽ അത് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലീഗൽ ഹെയറിനെ അതിനകത്ത് കൂട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ സി മരിച്ചു, സിക്ക് ഭാര്യയും 3 മക്കളാണ്. അപ്പം സി ഒരു ഹിന്ദു ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സിക്ക് ഒരു ഭാര്യയും 3 മക്കളുമാണുള്ളത്. അപ്പോൾ ഭാര്യയും 2 മക്കളും ചേർന്നാണ് ഈ പാർട്ടീഷൻ ഡീഡ് ചെയ്തത് എങ്കിൽ, ഈ 3ാമത്തെ മകനുണ്ടല്ലോ, അയാൾക്ക് എപ്പോഴും ഈ പ്രോപ്പർട്ടിയിൽ ഒരു റൈറ്റ് ഉണ്ട്. അയാളെ ഈ പാർട്ടീഷൻ ഡീഡിൽ പാർട്ടി ആക്കാത്തിടത്തോളം കാലം അയാൾക്ക് ഏത് സമയം ഈ പാർട്ടീഷൻ ഡീഡ് വന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റും ലീഗലൈസ് സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, പക്ഷേ നമ്മൾ ചെക്ക് ചെയ്തു, പ്രശ്നമൊന്നുമില്ല, എല്ലാവരും പാർട്ടി ആയിട്ടുണ്ട്. അങ്ങനെ എന്ത് പറ്റി? നമ്മുടെ കഥ 2007-ൽ പാർട്ടീഷൻ സംഭവിച്ചു. 2024-ൽ ആ പാർട്ടീഷനിലുള്ള ഒരു പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ ഒരു 10 സെൻറ്റ്, ആ 10 സെൻറ്റാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഓണർക്ക് കിട്ടി 2024-ൽ. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ കഥ എഴുതുമ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ എഴുതും 2024-ൽ ഇപ്പോൾ എൻ്റെ പ്രസൻറ്റ് ഓണറായിട്ടുള്ള ഒരു എക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രസൻറ്റ് ഓണർ, നമുക്ക് വിൽക്കാൻ പോകുന്ന ആൾ എക്സിന് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ എക്സിന് എങ്ങനെ പ്രോപ്പർട്ടി? അപ്പോൾ ആധാരം വായിക്കും, നമുക്ക് മനസ്സിലാവും എക്സിന് പ്രോപ്പർട്ടി കിട്ടിയത് പാർട്ടീഷൻ ഡീഡ് വഴിയാണ്. പാർട്ടീഷൻ ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിനെന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? അതിനകത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ലീഗലൈസ് സർട്ടിഫിക്കറ്റ് ഓക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ പാർട്ടീഷൻ നടത്താനുള്ള പ്രോപ്പർട്ടി എങ്ങനെയാണ് കിട്ടിയത്? സി എന്ന് പറയുന്ന ആളുടെ ലീഗലൈസ് ആണ് കിട്ടിയത്. സിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ലീഗലൈസ് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തു, എല്ലാം കറക്റ്റാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താ? സിക്ക് എങ്ങനെയാണ് പ്രോപ്പർട്ടി കിട്ടി? അപ്പോൾ സിക്ക് പ്രോപ്പർട്ടി കിട്ടിയത് എങ്ങനെയാണ്? അപ്പോൾ ആ ആധാരം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും സിക്ക് പ്രോപ്പർട്ടി കിട്ടിയത് ഈ എക്കും ബിക്കും സിക്കും വാസു എന്ന് പറഞ്ഞ ആളുടെ മക്കൾക്ക് 3ആയിട്ട് ബില്ല് എഴുതി കൊടുത്ത് കിട്ടിയതാണ്. ഓക്കെ, ബില്ലിൽ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അതെന്നല്ല നമ്മൾ ചെക്ക് ചെയ്ത്, പ്രശ്നമൊന്നുമില്ല. അപ്പം വാസുവിന് എങ്ങനെ കിട്ടിയത്? വാസുവിന് കിട്ടിയത് 1990-ൽ രാമു എന്ന് പറയുന്ന ആൾ വാസുവിന് കൊടുത്തതാണ്. അപ്പോൾ ഓക്കെ, 90 വർഷം 30 വർഷത്തിന് മേലെ, വേറെ പ്രശ്നമൊന്നുമില്ല, കറക്റ്റാണ്. അപ്പോൾ ലീഗൽ ടൈറ്റിൽ സെർച്ച് കറക്റ്റാണ്. ഇങ്ങനെ ഒരു അഡ്വക്കേറ്റിന് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഇനിയും എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത്. ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുതരാം. ഓക്കെ, അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം ക്ലിയറാണ്. ടൈറ്റിൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പ്രോബ്ലം ഇല്ല. മ്യൂട്ടേഷൻ റെക്കോർഡ്സ്, അതുപോലെ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കാം. വില്ലേജ് ഓഫീസിൽ നിന്ന് തഹസിൽദാറിൽ നിന്ന് എല്ലാ ഡോക്യുമെൻറ്റ്സും ചെക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും കോർട്ട് ഓർഡർ അങ്ങനെ എങ്ങനെ കാണുവാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എൻ്റെ മുന്നിൽ വന്ന ഒരു കേസിൽ മുംബൈ കോർട്ടിൻ്റെ ഒരു വിധി ഉണ്ട്. ആ വിധി അനുസരിച്ച് ഇവർക്ക് പ്രോപ്പർട്ടി കിട്ടി. അപ്പോൾ മുംബൈ കോർട്ടിൻ്റെ വിധി എങ്ങനെയാണ് ഇവിടെയുള്ള ഈ സ്ഥലത്തിന് ഉള്ളിൽ വരിക എന്നുള്ളത് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്കും അങ്ങനൊരു ഒരു ട്രാൻസാക്ഷൻ അത് വേറെ ലെവലിലാണ് വെച്ചാൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോഴാണ്
അതിനകത്തുള്ള വേറെ കുറേ പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കോർട്ട് ഓർഡർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്യണം. അതിൻ്റെ ഓർഡർ കയ്യിലെടുത്തിട്ട് അത് വായിച്ച് നോക്കണം. ഇനി നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ലോയറിനെ കാണിച്ച് ഉറപ്പിച്ചതിനൊക്കെ ശേഷം മാത്രം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എന്താണ് പോക്കുവരവ്, മ്യൂട്ടേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടോ, പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയല്ലോ എക്സ് എന്ന് പറയുന്ന ആൾക്കാണല്ലോ പ്രോപ്പർട്ടിയുടെ. അപ്പോൾ എക്സിൻ്റെ പേരിൽ എല്ലാ വില്ലേജ് റെക്കോർഡ്സും ചേഞ്ച് ആയിട്ടുണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്നെല്ലാം കിട്ടിയിട്ട് എക്സ് എന്ന് പറയുന്ന ഫുള്ളിയുടെ പേരിലായിരിക്കണം ഇപ്പോൾ എല്ലാ റവന്യൂ റെക്കോർഡ്സും. അത് നിർബന്ധമാണ്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺഷിപ്പിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അച്ഛനോ അമ്മയോ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ആ കൊടുക്കുമ്പം അതിനകത്ത് ഒരു ക്ലോസ് ഉണ്ട്. ഞങ്ങളെ ഇന്ന ദിവസം വരെ ഞങ്ങളെ നോക്കണം, മരണം വരെ ഞങ്ങളെ നോക്കണം, അതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലോസ് ഉള്ള തരത്തിലുള്ള ഗിഫ്റ്റ് ഡീഡ് എന്ന് പറയും, ദാനാധാരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മക്കൾ അച്ഛനും അമ്മനെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാരൻസിന് ആ ഗിഫ്റ്റ് ഡീഡ് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഈ ദാനാധാരമാണോ, ഇത്തരത്തിലുള്ള ക്ലോസ് ഉള്ളൊരു ദാനാധാരമാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു ടൈറ്റിൽ പ്രശ്നമാണ്. കാരണം ഈ അച്ഛനും അമ്മയോ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷനെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ അച്ഛനും കൂടെ ചേർന്നിട്ട് എഴുതി തരുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ ഡീഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അടുത്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേ മാപ്പും ഫീൽഡ് മെഷർമെൻറ്റ് ബുക്കും, FMB സ്കെച്ച് എന്നൊക്കെ നമ്മൾ പറയും. കറക്റ്റായിട്ട് സർവേ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ലാൻഡ് എന്തിനുള്ള ലാൻഡാണെന്നുള്ളത് നോക്കണം. റെസിഡൻഷ്യലാണോ, അഗ്രികൾച്ചറാണോ, കൊമേഴ്ഷ്യലാണോ എന്നുള്ളത്. ഇപ്പോൾ ഡാറ്റാ ബാങ്കിലൊക്കെ വരുന്ന ടൈപ്പ് ലാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ലാൻഡാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് തരം മാറ്റാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ചില സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് ലോൺ തരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് വളരെ വേസ്റ്റ് വെച്ചാൽ നമ്മളുടെ താല്പര്യം കൂടിയാണല്ലോ. അപ്പോൾ റെസിഡൻഷ്യൽ ആണോ, അഗ്രികൾച്ചറിലാണോ, അങ്ങനെ അഗ്രികൾച്ചറിലാണെന്നൊക്കെ നമുക്കവിടെ വീട് വയ്ക്കാനും അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്ത് തരത്തിലുള്ള ലാൻഡാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ സോണിങ് ക്ലിയറൻസ് ഒക്കെ, അതായത് എന്തെങ്കിലും ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണോ, അങ്ങനെയുള്ള സോണിങ് ക്ലിയറൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തെങ്കിലും ലീഗൽ ഡിസ്പ്യൂട്ട് ഉണ്ടോ, ഗവൺമെൻറ് അക്യൂസിഷനിലുള്ളതാണോ, അതായത് ഇപ്പം ഹൈവേയുടെ അടുത്തൂടെ ഒക്കെ പോകുന്ന ലാൻഡാണ്, അല്ലെങ്കിൽ അടുത്തിപ്പം ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് നടക്കുന്ന ഏരിയയുടെ അടുത്തുള്ള സ്ഥലമാണെങ്കിൽ അത് ഈ ലാൻഡ് ആ അക്യൂസിഷൻ്റെ ഉള്ളിൽ വരുന്നതാണോ എന്നുള്ളതൊക്കെ അന്വേഷിക്കണം. അതൊക്കെ നമ്മൾ അവരുടെ റെസ്പെക്റ്റീവ് അതോറിറ്റിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ കോർട്ടിലും കോടതികളിലും ലോക്കൽ അതോറിറ്റീസിലുമൊക്കെ എന്തെങ്കിലും റവന്യൂ റിക്കവറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസോ ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് നല്ലപോലെ അന്വേഷിക്കണം. പിന്നെ ടാക്സിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞതാണ്. എന്തെങ്കിലും ഡ്യൂസൊക്കെയുള്ള പ്രോപ്പർട്ടീസ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം അതൊക്കെ പിന്നെ ഭയങ്കര തലവേദനയായിരിക്കും. പിന്നെ അതെല്ലാം നമ്മുടെ തലയിൽ വരും. അവരുടെ അതെല്ലാം ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുള്ളൂ എന്നുള്ളത് മുൻകൂറായിട്ട് പറയുക. ഓക്കെ, പിന്നെ ചില പ്രോപ്പർട്ടീസിനൊക്കെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഒക്കെ നോക്കുന്നത്. ഇപ്പോൾ ഞാനൊരു പ്രോപ്പർട്ടി നോക്കിയത് അത് ആക്ച്വലി വലിയൊരു റിസോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു. ആ റിസോർട്ടിൻ്റെ അതിന് വേണ്ടിയിട്ട് വലിയ ലാൻഡായിരുന്നു, 300 ഏക്കറോളം ഉള്ള ലാൻഡ്. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഒരു സൈഡ് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും അങ്ങനെ മേടിക്കുന്നതൊന്നും അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. അപ്പോൾ അങ്ങനൊരു റിസർവ്ഡ് ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള സ്ഥലമായിരുന്നു. അതേപോലെ വേറെ ചില സംഭവങ്ങളുണ്ട്. നമ്മളുടെ ലാൻഡിൽ തന്നെ ഇലക്ട്രിസിറ്റി ഇതുണ്ടല്ലോ, ടവേഴ്സ്, അതേപോലെ മൊബൈൽ ടവേഴ്സ്, ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ടവർ ഉണ്ടല്ലോ, അതൊക്കെയുള്ള കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്ലിയറൻസ് കാര്യങ്ങൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അഗ്രികൾച്ചർ ലാൻഡ് ആണെന്നുണ്ട്, അങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ, അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ, അല്ലെങ്കിൽ അത് തരം മാറ്റാനായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട്. എൻവയോൺമെൻറ്റൽ പരിസ്ഥിതി ലോല പ്രദേശം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊക്കെ അങ്ങനെയുള്ള സ്ഥലമാണോ, കണ്ടൽക്കാടുള്ളതാണോ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ പരിസ്ഥിതി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയാസിലുള്ള സ്ഥലമാണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പവർ ഓഫ് അറ്റോർണി. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ മുക്തിയാർ എന്ന് നമ്മൾ പറയും. അതായത് ഒരു ആൾക്ക്
ചിലപ്പോൾ അദ്ദേഹം വിദേശത്തായിരിക്കും, അല്ലെ അദ്ദേഹം ചിലപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ഒരു ലാൻഡ് രജിസ്ട്രേഷനോ കാര്യങ്ങളോ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യും, അവർ പവർ ഓഫ് അറ്റോർണി ഏൽപ്പിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ, അല്ലാണ്ട് ഒരു പേര് അശോക് എന്ന് പറയുന്ന ഒരാൾ, അശോകിന് സ്ഥലമുണ്ട് നാട്ടിൽ. ഇപ്പോൾ അശോകിന് സ്ഥലമുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥലമുണ്ട്. അശോകിന് സ്ഥലം വിൽക്കണം. പക്ഷേ അശോകിന് എന്താ പറയുക, അശോകിന് വരാൻ പറ്റില്ല നാട്ടിൽ, ഒരു 2 വർഷത്തേക്ക് വരാൻ പറ്റാത്ത. അപ്പോൾ അശോക് എന്ത് ചെയ്യും, പോകുന്നതിന് മുന്നേ തന്നെ ഒരു പവർ ഓഫ് അറ്റോർണി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കും. അതായത് നിനക്ക് പിന്നെ അപ്പോൾ ആ പവർ ഓഫ് അറ്റോർണി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 100 രൂപയ്ക്ക് കൂടുതൽ നമ്മൾ ലാൻഡ് രജിസ്ട്രേഷൻ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ലാൻഡിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഓക്കെ, രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്നതും അതും നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സിന്, ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലോസ് റിലേറ്റീവ്സിനല്ല, അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പവർ ഓഫ് അറ്റോർണി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ക്ലോസ് റിലേറ്റീവിനാണോ കൊടുത്തത്, രജിസ്ട്രേഷൻ നിർബന്ധമാണോ, അവർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ആ പവർ ഓഫ് അറ്റോർണി വെച്ചിട്ടാണോ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തിയത്, രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി വെച്ചിട്ടാണോ ട്രാൻസാക്ഷൻ നടത്തിയത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ ചില ആൾക്കാർക്ക് ചില അബദ്ധം പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പവർ ഓഫ് അറ്റോർണി അത് രജിസ്ട്രേഷൻ നിർബന്ധം ഉള്ളതാണ്, നമ്മുടെ നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ നിർബന്ധം ഉള്ളതാണ്. പക്ഷേ നമ്മൾ കിട്ടിയ ഈ അശോക് വിദേശത്ത് പോയി, അപ്പോഴാണ് പുള്ളിക്ക് സ്ഥലം വെക്കണം തോന്നി. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും, ഒരു പവർ ഓഫ് അറ്റോർണി ഫോർമാറ്റ് ഇവിടുന്ന് സ്റ്റാമ്പൊക്കെ ചെയ്ത് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത്, സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഇന്ത്യൻ എംബസി വഴി അറ്റസ്റ്റ് ചെയ്ത് അയക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തല്ലേ, സോ രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ്. ഇന്ത്യൻ എംബസി വഴി അറ്റസ്റ്റ് ചെയ്താണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ നിയമം അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു ഡോക്യുമെൻ്റാണ്. നിർബന്ധമായിട്ടും അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കും അത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തതാണ്, എന്തിനാണ് രജിസ്ട്രേഷൻ എന്ന് ഈവൻ ബാങ്ക് മാനേജേഴ്സ് വരെ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ അല്ല, അത് രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത പവർ ഓഫ് അറ്റോർണി വഴിയാണോ ഈ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോക്കണം. പിന്നെ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഏത് സമയത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കഥയുണ്ടല്ലോ, ആ കഥയിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ആ സമയത്ത് ആ പവർ ഓഫ് അറ്റോർണി വാലിഡ് ആയിരുന്നു എന്നുള്ളത് പവർ ഓഫ് അറ്റോർണി നോക്കി തന്നെ ചെക്ക് ചെയ്യണം. അതിനകത്ത് ആ പീരീഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യണം ആ പവർ ഓഫ് അറ്റോർണി ആ സമയത്ത് റിവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൺഫേം ചെയ്യും. റിവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ ഞാനൊരു പവർ ഓഫ് അറ്റോർണി ഇഷ്യൂ ചെയ്തു, ഇപ്പം എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു 2 വർഷം കഴിഞ്ഞിട്ട് ഞാനത് റിവോക്ക് തിരിച്ചെടുക്കുക. അതിനുശേഷം ആ 2 വർഷത്തിന് ശേഷം പിന്നെ എൻ്റെ ബ്രദറിന് എനിക്ക് വേണ്ടി അത്തരത്തിലൊരു ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള യാതൊരു അധികാരവുമില്ല. ഓക്കെ, അപ്പം പ്രോപ്പർട്ടീസ് നമ്മൾ വാങ്ങുമ്പോൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പവർ ഓഫ് അറ്റോർണി ആണെങ്കിൽ നമുക്കത് വെച്ചിട്ട് അവർക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. അതാണ് നിയമപരമായിട്ടുള്ള ഒരു ഹേർഡ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ആദ്യം ഇതെല്ലാം വെരിഫൈ, കാരണം എല്ലാ പ്രോപ്പർട്ടിയും നമ്മളിപ്പോൾ കുറേ പ്രോപ്പർട്ടി കാണും. നമ്മൾ സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ എത്ര സ്ഥലങ്ങൾ പോയി കാണും, ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണും. ഒരു 5, 6, 8 സ്ഥലങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. എല്ലാ എന്താ പറയുക സ്ഥലങ്ങളുടെയും ഡോക്യുമെൻറ്റ്സ് എടുത്ത് നമുക്ക് നേരെ അഡ്വക്കേറ്റിനെ കൊണ്ടേ കാണിക്കാൻ ചിലപ്പം എല്ലാവർക്കും അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾക്കായിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓക്കെ ഒരു പ്രോപ്പർട്ടി ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ പോയിട്ട് സ്ഥലം വാങ്ങരുത്. അടുത്തത് എന്ത് ചെയ്യണം, എല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടേ കാണിക്കാം. ചിലപ്പോൾ നിങ്ങൾ കാണാത്ത ചില ഹിഡൻ ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിയമപരമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒരു നിയമം പഠിച്ച ഒരാൾക്ക് മാത്രമേ അറിയുള്ളായിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു വീഡിയോയിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം. ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് ആയിരക്കണക്കിന് റൂൾസ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നതാണ് നമ്മളുടെ ഒരു സംഭവമെങ്കിൽ അതൊരു നിയമം അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ സ്ഥലത്ത് ഒരു നല്ല ഒരു ലോയറിനെ കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുക. എന്നിട്ട് ലീഗൽ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രം സ്ഥലം വാങ്ങുക. ആൾക്കാർ പലതും പറയും, പല ആൾക്കാരും വന്നിട്ട് പറയും അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ വാങ്ങിക്കും, എനിക്കറിയുന്ന പാർട്ടിയാണ്, ഓക്കെ ഫൈൻ. പക്ഷേ ഡോക്യുമെൻറ്റ്സ് ആണ് അൾട്ടിമേറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. നാളെ ഒരു ഇഷ്യൂ വന്നാൽ ഈ പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ നിൽക്കത്തില്ല, നമ്മൾ തന്നെ അത് ഫേസ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളത് വേണ്ട, നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് മാത്രമേ നമ്മുടെ കയ്യിൽ കാണുള്ളൂ. അത് ഡോക്യുമെൻറ്റ്സ് എപ്പോഴും ക്ലിയർ ആയിട്ട് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പറ്റുന്നത് ഞാൻ കമൻസിൽ തന്നെ മറുപടി തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.